ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും SajuS TastelanDിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ സോഫ്റ്റ് വെള്ളയപ്പവും അതുപോലെ തന്നെ വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറിയും ആണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഈസ്റ്റ്, സോഡ, അവില്, തേങ്ങാവെള്ളം, ചോറ് ഇതൊന്നും ആവശ്യമില്ല. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് ഞാൻ ഈ വെള്ളയപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ അരച്ചുടനെ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ റെസിപ്പീസ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പച്ചരി എടുക്കാം. എന്നിട്ട് ഇതൊരു 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് കുതിർത്താനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ പച്ചരി കുതിർത്തുമ്പോൾ ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം മാത്രം കുതിർത്തിയെടുക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പീസും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. രാവിലത്തേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ടൊരു ഓവർനൈറ്റ് ഞാനിത് മാറ്റിവെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിത് ഒരു ബാച്ചായിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 3/4 കപ്പ് തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ തേങ്ങ നമുക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങ കൂടുമ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിനും നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം നിങ്ങൾ പഞ്ചസാര എടുക്കാനായിട്ട്. ഇപ്പോൾ കൂടുതൽ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 ബാച്ചായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുക്കുമ്പോൾ മാവ് ചൂടാവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതൊരു വലിയ ജാറിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങളുടെ ജാറ് ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 ബാച്ചായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അതായത് ഒരുപാട് സ്പീഡിൽ അങ്ങോട്ട് അരയ്ക്കരുത്. അപ്പോൾ ജാറ് പെട്ടെന്ന് ചൂടായി പോവും. അപ്പോൾ നമ്മുടെ മാവ് അത്രയ്ക്ക് ശരിയായി കിട്ടില്ല. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തത് ഈ ഒരു ലൂസിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മാവ് പൊങ്ങാനായിട്ട് ഈസ്റ്റ്, സോഡ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള യാതൊരു സാധനവും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. പകരം നമുക്ക് ചേർക്കുന്നത് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു മാവാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിപ്പോൾ ഉഴുന്നും പച്ചരിയും ചേർത്തിട്ട് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്ന മാവാണ്. ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ ബൗള് മാവ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ മാവ് തയ്യാറാക്കുമ്പോൾ ഒരല്പം മാറ്റി വയ്ക്കുക. അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്കത് നമ്മുടെ ഈ മാവിലേക്ക് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടന്ന മാവായിരിക്കണം നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ മാവുണ്ടല്ലോ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണിത് കിട്ടേണ്ടത്. ഈ ഒരു ലൂസിലാണ് നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ കറി കൂടി കാണിക്കുന്നത് കൊണ്ട് ഒരല്പസമയം മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസുകളായിട്ട് എടുത്തിരിക്കുകയാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ഉപ്പ്. ഇനി ഇതിലിങ്ങനെ മൂടി നിൽക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു വിസിൽ വരുന്നത് വരെ മാത്രം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനൊരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 സവോള വളരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്
ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് വഴറ്റുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി നമുക്ക് ഒരു 10 ചെറിയ ഉള്ളി നടുക്ക് കീറിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കീറിയത് ചേർക്കാം. 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി 2 തക്കാളി കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർക്കാം. 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ തക്കാളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് ഒരല്പസമയം ഒന്ന് മൂടി വയ്ക്കാം. 1/2 മിനിറ്റൊക്കെ മൂടി വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാലയിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്കും ആ മസാലയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പിടിച്ചോളും. ഇനി നമുക്കിത് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനിയിപ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയതിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് അതിൻ്റെ പാല് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. ഈ രീതിയിൽ ആണ് എന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒരല്പം കുറച്ച് വയ്ക്കുക. അതിനുശേഷം തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മല്ലിയില ആവശ്യമായിട്ടുണ്ട്. ഞാൻ ആഫ്രിക്കൻ മല്ലിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മറ്റ് മല്ലിയില ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇങ്ങനത്തേതാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തേത് എടുത്താലും മതി. ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പതഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുന്നത് പോലെ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് പതഞ്ഞ് കിട്ടുമൊന്നുമില്ല കേട്ടോ ഇത്. ഇനിയിപ്പോൾ അപ്പച്ചട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. അപ്പോൾ അതിലിങ്ങനെ നിറയെ ഹോൾസുകളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്കിത് ഒരല്പസമയം മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ അപ്പം നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഇതുപോലെ ചുട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈഡൊക്കെ ഒരല്പം മുരിഞ്ഞിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പസമയം കൂടി നിങ്ങൾക്ക്
ഇങ്ങനെ വെച്ചാൽ മതിയാവും. അപ്പം നിറയെ ഹോൾസുകളൊക്കെ വരാൻ തുടങ്ങി. നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പം നല്ല സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും അതുപോലെ തന്നെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ് ഞാനിന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പമാണ്. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുമാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരെല്ലാം ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.